ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രനെതിരെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതര പിഴവുകൾ. കെ. സുരേന്ദ്രൻ 7 കേസുകളിൽ പ്രതിയാണെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പത്തനംതിട്ട മുൻസിഫ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടിയത്. യഥാർത്ഥത്തിൽ ഇതിൽ 5 കേസുകളിലും സുരേന്ദ്രൻ പ്രതിയല്ല. ഈ റിപ്പോർട്ട് തള്ളിയ കോടതി നിലയ്ക്കലിൽ നിരോധനാജ്ഞ ലംഘിച്ച കേസിൽ സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചിരുന്നു. പിഴവുകൾ പുറത്തായതോടെ വെട്ടിലായ പോലീസ് പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചു. സുരേന്ദ്രനെതിരെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ 5 കേസുകളും നെടുമ്പാശ്ശേരിയിലും കണ്ണൂരിലുമായി മറ്റ് 2 കേസുകൾ ഉണ്ടെന്നാണ് കോടതിയെ അറിയിച്ചത്. ഇതിൽ കന്റോൺമെന്റ് സ്റ്റേഷനിലെ 5 കേസ് നമ്പറുകളിലാണ് പിഴവുകൾ സംഭവിച്ചത്. ശോഭ സുരേന്ദ്രൻ പ്രതിയായ ഒരു കേസ് സുരേന്ദ്രന്റെ പേരിൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കേസ് ബി.ജെ.പി. സമരവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ സുരേന്ദ്രൻ ഉൾപ്പെട്ടിട്ടുമില്ല. അസ്വാഭാവിക മരണത്തിനെടുത്തതായിരുന്നു മറ്റൊരു കേസ്. ട്രാഫിക് നിയമം ലംഘിച്ച് ഓട്ടോ ഡ്രൈവർക്കെതിരെ എടുത്ത കേസിലും സുരേന്ദ്രന്റെ പേരിലാണ് കോടതിയിൽ സമർപ്പിച്ചത്. കേസ് നമ്പറും വർഷവും പകർത്തി എഴുതിയപ്പോഴുണ്ടായ പിഴവാണ് ഇല്ലാത്ത കേസുകളിൽ സുരേന്ദ്രൻ പ്രതിയാകാൻ കാരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരവുമായി ബന്ധപ്പെട്ട് 3 കേസുകൾ മാത്രമേ സുരേന്ദ്രനെതിരെ ഉള്ളൂ എന്നാണ് പുതിയ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.